50 നോമ്പിന്റെ പുണ്യവുമായി ക്രൈസ്തവ വിശ്വാസികൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. നോമ്പുകാലത്തിന്റെ അവസാന ആഴ്ചയാണ് വിശുദ്ധ വാരമായി ആചരിക്കുന്നത്. ഓശാന ഞായർ ആചരണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമാവുക. യേശുദേവന്റെ ജെറുസലേമിലേക്കുള്ള രാജകീയമായ പ്രവേശനത്തെ അനുസ്മരിച്ചാണ് ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായർ ആഘോഷിക്കുന്നത്. കഴുതുകുട്ടിയുടെ പുറത്തിറങ്ങി ജെറുസലേമിലെത്തിയ ക്രിസ്തുവിനെ ജനം സൈത്തൻ കൊമ്പുകളും ഒലിവിലകളുമായി ഓശാന പാടി വരവേറ്റതിന്റെ ഓർമ്മ പുതുക്കിയാണ് ദേവാലയങ്ങളിൽ വിശ്വാസികൾ കുരുത്തോല പ്രദക്ഷിണം നടത്തുക. പള്ളികളിൽ പ്രത്യേക കുരുത്തോല വെഞ്ചരിപ്പും പ്രാർത്ഥനയും നടത്തപ്പെടും. വിശുദ്ധ മദ്ബഹയിൽ പ്രത്യേക പ്രാർത്ഥന നടത്തിയ കുരുത്തോലകൾ വിശ്വാസികൾ കയ്യിലേന്തും. ഈ പ്രത്യേക ഓലകൾ വിശ്വാസികൾ വീടുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതും പതിവാണ്. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിൽ വന്ന ദിവസത്തെയാണ് ഓശാന ഞായർ അഥവാ പാം സൺഡേ എന്ന് അറിയപ്പെടുന്നത്. യേശുവും ശിഷ്യന്മാരും ജെറുസലേമിലെത്തിയപ്പോൾ ആബാലവൃദ്ധം ജനങ്ങളും വഴിയോരത്ത് തടിച്ചുകൂടി ഓശാന എന്ന് വിളിച്ചു പറഞ്ഞതിനാലാണ് ഈ ദിവസത്തെ ഓശാന ഞായർ എന്ന് വിളിക്കുന്നതെന്നാണ് വിശ്വാസം. മലയാളികൾ ഈ ദിനത്തെ കുരുത്തോല പെരുന്നാൾ എന്ന പേരിലും വിശേഷിപ്പിക്കുന്നു. ഈസ്റ്ററിന് മുമ്പുള്ള ഞായറാഴ്ചയാണ് ഓശാന ഞായർ. മിക്ക രാജ്യങ്ങളിലും ഓശാന ഞായർ ആചരിക്കുന്നു. ഇംഗ്ലണ്ടിലെ കുട്ടികൾ പരസ്പരം പാം ചെടിയുടെ ഇല കൈമാറിയാണ് ഈ ദിവസത്തെ വരവേൽക്കുന്നത്. പാരീസിൽ പാം ചെടിയുടെ ഇലകൾ വീശി ഗാനാലാപനവും നടത്താറുണ്ട്. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഓർമ്മകൾ പുതുക്കുന്ന വിശുദ്ധവാര ആചരണത്തിനും ഓശാനയോടെ തുടക്കമാകും. അന്ത്യത്താഴത്തിന്റെ ഓർമ്മയിൽ പെസഹ വ്യാഴം ഈ ആഴ്ച ആചരിക്കും. പെസഹ വ്യാഴം ക്രൈസ്തവരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. യേശു ക്രിസ്തു യഹൂദ ആചാരമനുസരിച്ച് തന്റെ 12 ശിഷ്യന്മാരോടൊപ്പം പെസഹ ആചരിച്ചതിന്റെ ഓർമ്മയാണിത്. എളിമയുടെയും സ്നേഹത്തിന്റെയും പ്രതീകമായ യേശു ക്രിസ്തു തന്റെ കുരിശുമരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയതിനു ശേഷമാണ് പെസഹ ഭക്ഷിച്ചത്. വിനയത്തിന്റെ മാതൃകയായ യേശു ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന് മുമ്പുള്ള അത്താഴമായതിനാൽ അന്ത്യത്താഴം എന്നും പറയാറുണ്ട്. താൻ ശിഷ്യനാൽ ഒറ്റിക്കൊടുക്കപ്പെടുമെന്നും ഏറെ പീഡകൾ അനുഭവിച്ച് കുരിശിൽ ബലിയാടാകുമെന്നും അറിയാമായിരുന്ന ക്രിസ്തു പെസഹ അപ്പത്തെയും വീഞ്ഞിനെയും പ്രതീകാത്മകമായി തന്റെ ശരീരവും രക്തവും എന്ന് വിശേഷിപ്പിച്ചു. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുമെന്ന ക്രിസ്തുവിന്റെ കൽപ്പന പ്രകാരം ക്രൈസ്തവർ ഇത് ആചരിച്ചു തുടങ്ങുകയും പിന്നീട് ക്രൈസ്തവ പാരമ്പര്യത്തിൽ വിശുദ്ധ കുർബാനയായി മാറുകയും ചെയ്തു. യേശുവിന്റെ ഒടുവിലത്തെ അത്താഴ സ്മരണയിൽ ക്രിസ്തീയ ഭവനങ്ങളിൽ ഇന്നും പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം അപ്പം മുറിക്കൽ ചടങ്ങുകൾ നടത്താറുണ്ട്. തികച്ചും കേരളീയ തനിമയിൽ അരിപ്പൊടിയും തേങ്ങ അരപ്പും ചേർത്തുണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പവും തേങ്ങാപ്പാലും ശർക്കരയും ചേർത്തുണ്ടാക്കുന്ന പാലും ഉപയോഗിച്ച് ഗൃഹനാഥന്റെ കാർമ്മികത്വത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്നാണ് പെസഹ ആചരിക്കുന്നത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉണ്ടാക്കുന്ന പുളിപ്പില്ലാത്ത അപ്പമായ പെസഹ അപ്പം വല്യമ്മച്ചിമാരുടെ കുത്തക വിഭവമാണ് എന്ന് പറയാതെ തരമില്ല. വലിയ നോമ്പിന്റെ അനുഭൂതിയിൽ അങ്ങേയറ്റം ശിഷ്ടതയോടും ഭക്തിപരസ്പരവും പെസഹ വിഭവങ്ങൾ തയ്യാറാക്കണമെന്നാണ് അഭിമതം. വീട്ടിലെ വല്യമ്മച്ചിമാർ ഒരു പുത്തൻ കലവും തവിയും പെസഹ പാൽ കാച്ചാനായി മാത്രം സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു. ചെറുപ്പത്തിൽ അയൽവാസികളുമൊത്ത് വീട്ടിൽ പെസഹ അപ്പം മുറിച്ചതും ഒരു വീട്ടിലേക്ക് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് രാത്രിയിൽ അപ്പം മുറിക്കാനായി പോകുന്നതുമെല്ലാം ഊഷ്മളമായ ഓർമ്മകളാണ്. അടുത്തുള്ള ഏതെങ്കിലും ഒരു വീട്ടിൽ മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രസ്തുത വർഷം ആ വീട്ടിൽ പെസഹ വിഭവങ്ങൾ തയ്യാറാക്കുകയില്ല. അതുകൊണ്ട് പെസഹ ഒരുക്കുന്ന അയൽ വീടുകളിൽ നിന്നും ഒരു വീതം അവർക്കും കൊണ്ടുപോയി കൊടുക്കുന്ന പതിവുണ്ട്. പെസഹ ഒത്തുചേരലിന്റെയും പങ്കുവെക്കലിന്റെയും അനുഭവം കൂടിയാണല്ലോ. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം ക്രൈസ്തവ ഭവനങ്ങളിൽ ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷ നടത്തുന്നു. അതിനായി പ്രാർത്ഥനാപൂർവ്വം അവർ പാകം ചെയ്യുന്ന അപ്പത്തെ ഇൻട്രിയപ്പം എന്നും വിളിക്കുന്നു. കുടിക്കാനുള്ള പാനീയത്തെ പെസഹ പാൽ എന്നാണ് വിളിക്കുന്നത്. സാധാരണയായി ഭവനത്തിലെ എല്ലാ അംഗങ്ങളും ഈ അപ്പം മുറിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുക്കാറുണ്ട്. കുടുംബനാഥനാണ് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നതും അപ്പം മുറിച്ച് എല്ലാവർക്കും പങ്കുവെക്കുന്നതും. പ്രായക്രമം അനുസരിച്ച് മുതിർന്നവർ മുതൽ ഏറ്റവും ഇളയവർ വരെ എല്ലാവർക്കും അപ്പവും പാലും കൊടുക്കുന്നു. ഈ അപ്പവും പാലും പെസഹ ദിനത്തിലല്ലാതെ മറ്റൊരു ദിവസവും പാകം ചെയ്യുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഇതുണ്ടാക്കുന്നതും വിഭജിച്ച് ഭക്ഷിക്കുന്നതും അതീവ ഭക്തിയോടെയാണ്. അപ്പം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അരിപ്പൊടി, ഉഴുന്ന്, വെളുത്തുള്ളി, ജീരകം മുതലായവ ഗുണനിലവാരമുള്ളതായിരിക്കണം. സാധന സാമഗ്രികൾ നേരത്തെ ഒരുക്കി വെക്കാറുണ്ടെങ്കിലും ദേവാലയ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീടും പരിസരവും വൃത്തിയാക്കിയ ശേഷമാണ് പാകം ചെയ്യുക. ചിലപ്പോൾ സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇത് പാകം ചെയ്തു വെക്കും. വളരെ പവിത്രമായിട്ടാണ് പാകം ചെയ്തതിനു ശേഷം ഇത് സൂക്ഷിക്കുക. ഇതുണ്ടാക്കുന്നതും വിഭജിച്ച് ഭക്ഷിക്കുന്നതും അതീവ ഭക്തിയോടെ തന്നെയാണ്. പാലുണ്ടാക്കാൻ പുത്തൻ കലവും തവിയും ഉണ്ടാകും. അല്ലെങ്കിൽ ഈ ആവശ്യത്തിനായി വർഷത്തിൽ ഒരിക്കൽ മാത്രം ഉപയോഗിക്കുന്ന തവിയും കലവും ശ്രദ്ധയോടെ സൂക്ഷിക്കും. തേങ്ങാപ്പാലും തേങ്ങാവെള്ളവും ശുദ്ധജലവും നിലവാരമുള്ള ശർക്കരയും ചേർത്ത മിശ്രിതമാണ് പാല്.
കേരളീയ പശ്ചാത്തലത്തിൽ ഏറ്റവും നിർമ്മലമായി കരുതപ്പെടുന്ന തേങ്ങയും തേങ്ങാ വെള്ളവും ഇതിന് ഉപയോഗിക്കുന്നത് പെസഹ തിരുനാളിൽ ഉണ്ടാക്കുന്ന പാലിന്റെ പാവനതയെ സൂചിപ്പിക്കുന്നു. വലിയ നോമ്പുകാലം വിശ്വാസികൾക്ക് പശ്ചാത്താപത്തിന്റെയും പാപപരിഹാരത്തിന്റെയും അനുതാപത്തിന്റെയും കാലം കൂടിയാണ്. പുണ്യപ്രവർത്തികൾ ചെയ്തും ദാനധർമ്മങ്ങൾ നടത്തിയും മാംസാഹാരങ്ങൾ വർജിച്ചും ആഡംബരങ്ങൾ ഒഴിവാക്കിയുമെല്ലാം വിശ്വാസികൾ നോമ്പുകാലത്തെ പുണ്യദിനങ്ങളാക്കുന്നത്. വിവാഹം, മാമോദീസ തുടങ്ങിയ ആഘോഷങ്ങൾക്കും നോമ്പുകാലത്ത് വിലക്കുണ്ട്. നോമ്പുകാലത്തെ വെള്ളിയാഴ്ചകളിൽ വിശ്വാസികൾ ചൊല്ലുന്ന പ്രധാന പ്രാർത്ഥനയാണ് കുരിശിന്റെ വഴി. യേശുവിന്റെ പീഡാനുഭവങ്ങളുടെ സ്മരണ ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണിത്. വിശ്വാസികൾ ഈ കാലയളവിൽ പുത്തൻപാന പാരായണവും നടത്താറുണ്ട്. സഹന നാളുകൾക്കൊടുവിൽ വന്നെത്തുന്ന ഈസ്റ്റർ ദിനത്തിലാണ് വിശുദ്ധവാരത്തിനും 50 നോമ്പിനും സമാപനമാവുക.